തെന്മല ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ കിഴക്കൻ മേഖലയിൽ കനാൽ പുറമ്പോക്ക് നിവാസികളുടെ പട്ടയ വിഷയത്തിൽ സർക്കാരും MLA ഉൾപ്പെടെയുള്ളവരും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ കെ ശശിധരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഒന്നാം പിണറായി സർക്കാർ ഇരുന്നപ്പോൾ തന്നെ കനാൽ പുറമ്പോക്കിലെ ജനങ്ങൾക്ക് പട്ടയം നൽകുമെന്നും ഉറപ്പ് നൽകിയിരുന്നതാണ്. 9.25 വർഷവും ഒന്നും ചെയ്യാതിരുന്ന സർക്കാരും ഇടതുപക്ഷവും ആസന്നമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണെന്നും ജനം ഇത് തിരിച്ചറിയുമെന്നും ശശിധരൻ തെന്മലയിൽ പറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു കനാൽ പുറമ്പോക്കിലെ ജനങ്ങൾക്ക്, താമസിക്കുന്ന ജനങ്ങൾക്ക് പട്ടയം നൽകുക എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 9.25 വർഷം അധികാരത്തിൽ ഇരുന്നതിന് ശേഷം ഒരു നടപടികളും സ്വീകരിക്കാത്ത ഈ സർക്കാർ, ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മന്ത്രിമാരെല്ലാവരും കൂടി ഇപ്പോൾ ഇത് ഇറങ്ങിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇനി തെരഞ്ഞെടുപ്പിന് 2 മാസങ്ങൾ മാത്രമേ, കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എനിക്ക് ഈ പറയാനുള്ളത്, ഇത് ജനങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു ആവശ്യമാണ്. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ നേരത്തെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടിക്രമങ്ങളിൽ നിന്നും ഈ സർക്കാരും ജനപ്രതിനിധികളും പിന്മാറണം. ഇതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടി പൊന്നും വില കൊടുത്ത് വസ്തു അക്വയർ ചെയ്ത് ആ ഭാഗത്താണ് കനാലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം പൊതുവസ്തുവായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പൊന്നും വില കൊടുത്ത് ഗവൺമെൻറ് ഏറ്റെടുത്തതാണ്. തുടർന്ന് ഇവർ ഈ സ്ഥലത്ത് KPക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന ഇവർക്ക് പട്ടയം നൽകണമെങ്കിൽ കേരള നിയമസഭയിൽ പ്രത്യേകമായ അല്ലെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് ഒരു നിയമം മാറ്റത്തിലൂടെ, കാരണം ഇങ്ങനെ അക്വയർ ചെയ്ത സ്ഥലം, പൊന്നുമലക്കെടുത്ത സ്ഥലം കയ്യേറിയിരിക്കുന്നവർക്ക് അവർക്ക് കൈവശഭൂമി കൊടുക്കണമെങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണം. അത് മാറ്റം വരുത്താതെ ഇത്തരം ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാർ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. അവർക്ക് പട്ടയം നൽകണമെന്നുള്ള ആവശ്യം ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അത് അവതരിപ്പിക്കുവാനും ഈ അക്വയർ ചെയ്തെടുത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് പൊന്നുമല കൊടുത്ത വസ്തു അത് കൈമാറ്റം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അതിലത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം സതുദ്ദേശപരമാണെങ്കിൽ വളരെ 9 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2016 മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്നു. ഒരു നടപടിയും സ്വീകരിച്ചില്ല. ആദ്യത്തെ വർഷം 5 വർഷക്കാലം ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പോൾ MLA കഴിഞ്ഞ 4.25 വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട ചില കമ്മിറ്റികൾ കൂടിയതല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിൽ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ മേഖലകളിൽ താമസിക്കുന്ന, കനാൽ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന ജനങ്ങളെ, അവരെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. അവർക്ക് പട്ടയം നൽകണം. ആ പട്ടയം നൽകുന്നതിനുള്ള സാങ്കേതികമായ നിയമക്കുരുക്ക് അഴിക്കുവാൻ കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ച് ആവശ്യമായ നടപടികളിലേക്ക് പോകണം. ഇനിയിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം, തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ ഏതാണ്ട് അടുത്തിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലാക്കുന്നത് അടുത്ത മാസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി എത്തിപ്പോകാൻ പോകുന്നു. മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. ചിലപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. പ്രഖ്യാപനം ഉണ്ടായ പിന്നെ 3 മാസക്കാലത്തേക്ക് പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഞങ്ങളെല്ലാം തുടങ്ങി വെച്ചു, പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ മുമ്പിലുള്ള സംശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കുവാനും ജനങ്ങളുടെ, ഈ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ജനങ്ങളുടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഈ ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സത്വരമായ നടപടികൾ MLAയും വകുപ്പ് മന്ത്രിമാരും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നാട്ടുവാർത്ത, തെന്മല.